നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് സിനിമയിൽ നിന്നും ഡിലീറ്റ് ചെയ്ത ചില മികച്ച പാട്ടുകളാണ്. ഈ പാട്ടുകൾ കേട്ടിട്ടുള്ളവർ ഉറപ്പായും താഴെ കമന്റ് ചെയ്യുക. നിങ്ങൾ വിചാരിക്കും ഡിലീറ്റ് ചെയ്ത പാട്ട് എങ്ങനെയാടാ ഞാൻ കേൾക്കുന്നത്? യഥാർത്ഥത്തിൽ ഈ ഡിലീറ്റ് ചെയ്ത പാട്ടുകൾ റേഡിയോയിലൂടെയെല്ലാം റിലീസ് ചെയ്തതാണ്. ചിലപ്പോൾ നിങ്ങൾ കേട്ടിരിക്കാം എന്തുകൊണ്ട് ഇത് ഡിലീറ്റ് ചെയ്തെന്നാൽ അതിന് പല കാരണങ്ങളും. സിനിമയുടെ ലെങ്ത് കൂടിയെന്ന് ഡയറക്ടറിന് തോന്നുകയാണെങ്കിൽ ചില ടൈമിൽ 1-2 പാട്ടുകൾ കട്ട് ചെയ്യുക. മറ്റൊരു കാരണമാണ് സിനിമയുടെ സീനിന് മാച്ച് ആയില്ലെങ്കിൽ ആ ഒരു പാട്ട് കട്ട് ചെയ്യുക. ചില ടൈമിൽ പല കാരണങ്ങൾ കൊണ്ട് പാട്ടിനനുസരിച്ചുള്ള സീനുകൾ ഷൂട്ട് ചെയ്യാൻ കഴിയാതെ വരും. ലിസ്റ്റിലാക്കിയത് ഒപ്പം എന്ന സിനിമയാണ്. ഒപ്പം എന്ന സിനിമയിൽ നമുക്കറിയാം സിനിമയിലെ പാട്ടുകളെല്ലാം തന്നെ വലിയൊരു ഹിറ്റായിരുന്നു. എന്നാൽ ഡിലീറ്റ് ചെയ്ത ചിരിമുകിലും മറന്നുപോയി എന്നൊരു പാട്ടുണ്ടായിരുന്നു. ചിരിമുകിലും മറന്നുപോയി മിഴി നിറയും നിതാ. അടുത്തത് ലാലേട്ടന്റെ തന്നെ ഒരു നാൾ വരുമെന്ന സിനിമയാണ്. ഈ ഒരു സിനിമയിൽ ലാലേട്ടൻ പാടിയ ഒരു പാട്ടുണ്ടായിരുന്നു. പക്ഷേ ഡിലീറ്റ് ചെയ്തു. ലാലേട്ടനും റിമി ടോമിയും കൂടി പാടിയതാണ്. അടുത്തത് അയാൾ കഥ എഴുതുകയാണ് എന്ന സിനിമയാണ്. ഈ ഒരു സിനിമയിൽ വലിയ ഹിറ്റായ കുപ്പിവള കിണരിലെന്നു എന്നൊരു പാട്ടുണ്ട്. എന്നാൽ ഇതേ ട്യൂണിൽ മറ്റൊരു പാട്ടുണ്ട്. ഈ ഒരു സോങ് ഡിലീറ്റ് ചെയ്തു. അടുത്തത് പെരുവണ്ണാപുരത്തെ വിശേഷം എന്ന സിനിമയാണ്. ഈ ഒരു സിനിമയിൽ ഒരു ഡിലീറ്റഡ് സോങ് ഉണ്ട്. അടുത്തത് അവനെ എന്ന സിനിമയാണ്. ഈ ഒരു സിനിമയിൽ പ്രാവുകൾ കുറുകുന്നു എന്ന ഈ ഒരു പാട്ട് സിനിമയിലില്ലെങ്കിലും ഹിറ്റായ ഒരു പാട്ടാണ്. അടുത്തത് ലാലേട്ടന്റെ പ്രജ എന്ന സിനിമയാണ്. ഈ ഒരു സിനിമയിൽ അകലെയാണെങ്കിൽ എന്നൊരു പാട്ടുണ്ട്. അടുത്തത് ഒരു മറവത്തൂർ കനവ് എന്ന സിനിമയാണ്. ഈ ഒരു സിനിമയിൽ തിങ്കൾ കുറി തൊട്ടും എന്നൊരു പാട്ടുണ്ട്. അടുത്തത് വാസന്തി ലക്ഷ്മി പിന്നെ ഞാൻ. ഈ ഒരു സിനിമയിൽ ഇങ്ങനെ ഒരു പാട്ടുണ്ട്. സ്വരം പാട്ടുകാരി പൂവാണു നിന്മൻ. അടുത്തത് രസിക സിനിമയാണ്. ഈ ഒരു സിനിമയിൽ മാമാമി എന്നൊരു പാട്ടുണ്ട്. അടുത്തത് തെങ്കാശി പട്ടണം സിനിമയാണ്. ഈ ഒരു സിനിമയിൽ എങ്ങു പോയി നീ എന്നൊരു പാട്ടുണ്ട്. എങ്ങു പോയി നീ എന്നെയും വേർപിരിഞ്ഞെങ്ങു പോയി നീ. അടുത്തത് ദേവദൂതൻ സിനിമയാണ്. ഈ ഒരു സിനിമയിൽ മത്താ പൂത്തിരി എന്ന പാട്ടുണ്ട്. അടുത്തത് നരൻ സിനിമയാണ്. ഈ ഒരു സിനിമയിൽ തുമ്പിക്കിന്നാരം എന്നൊരു പാട്ടുണ്ട്. അടുത്തത് റൺവേ സിനിമയാണ്. വട്ടുവെണ്ണില എന്നൊരു പാട്ടുണ്ട്. അടുത്തത് പട്ടണത്തിൽ ഭൂതം സിനിമയാണ്. ഈ ഒരു സിനിമയിൽ ആരോ നിലാവായി എന്നൊരു പാട്ടുണ്ട്. അടുത്തത് പാപ്പി അപ്പച്ച സിനിമയാണ്. മഞ്ഞിൻ വെള്ളി തൂവൽ ചുറ്റി എന്നൊരു പാട്ടുണ്ട്. അടുത്തത് മായാമയൂരം സിനിമയാണ്. ഈ ഒരു സിനിമയിൽ ഇങ്ങനെ ഒരു പാട്ടുണ്ട്. വൈറലായ പാട്ടാണെങ്കിൽ ഇത് സിനിമയിലില്ല. അടുത്തത് അനിയത്തി പ്രാവ് സിനിമ. അടുത്തത് ക്ലാസ്മേറ്റ് സിനിമയാണ്. ഈ ഒരു സിനിമയിൽ ഇങ്ങനെ ഒരു പാട്ടുണ്ട്. അടുത്തത് എന്ന് നിന്റെ മോദീൻ സിനിമയാണ്. ഈ ഒരു സിനിമയിൽ 2 ഡിലീറ്റഡ് സോങ് ഉണ്ട്. അടുത്തത് വെല്ലിയേട്ട സിനിമയാണ്. ഈ ഒരു സിനിമയിൽ 2 ഡിലീറ്റഡ് സോങ് ഉണ്ട്. പൊട്ടിട്ടാലും തഞ്ചാവൂർ ചുറ്റിപ്പൂവച്ചാലും. അടുത്തത് താപ്പാന സിനിമയാണ്. മണിവാക പൂത്ത എന്നൊരു പാട്ടുണ്ട്. അടുത്തത് മിന്നാര സിനിമയാണ്. ഈ ഒരു സിനിമയിൽ ഇങ്ങനെ ഒരു പാട്ടുണ്ട്. അടുത്തത് സമ്മർ ഇൻ ബത്ലഹേം സിനിമയാണ്. ഈ ഒരു സിനിമയിൽ ഇങ്ങനെ ഒരു പാട്ടുണ്ട്. അടുത്തത് മണിച്ചിത്രത്താഴ് സിനിമ. ഈ ഒരു സിനിമയിൽ ഇങ്ങനെ ഒരു പാട്ടുണ്ട്.
തുംഗശൈലങ്ങൾക്കും അപ്പുറത്തെങ്ങോ. അടുത്തത് ഛോട്ടാ മുംബൈ സിനിമയാണ്. ഈ ഒരു സിനിമയിൽ ഒരു റൊമാൻറ്റിക് സോങ്ങും ഈ ഒരു സോങ്ങിന് പുറമെ മറ്റൊരു ഡാൻസിങ് സോങ്ങും ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. പക്ഷേ റൊമാൻറ്റിക് സോങ് മാത്രമേ യൂട്യൂബിലുള്ളൂ. ഒരു അണ്ടർറേറ്റഡ് ആയി പോയ മികച്ചൊരു സോങ് ആണ്. ഇങ്ങനെ ഒരു സോങ് ഉണ്ടെന്ന് പലർക്കും അറിയും. ഇതുകൊണ്ട് തന്നെ യൂട്യൂബിൽ ഈ ഒരു സോങ് അടക്കം ഭൂരിഭാഗം സോങ്സിന് വ്യൂസ് വളരെ കുറവാണ്. തേടി വരും ഈ പാട്ടിൻ തിര തഴുകുമ്പോൾ ഓർമ്മകളിലാലോലം മനമലിയുകയാണോ. ആദ്യമായി കണ്ടതും കണ്ണുകൾ കൊണ്ടതും ഇഷ്ടമാണെങ്കിലും മൗനമായി നിന്നതും. അടുത്തത് മമ്മൂക്കയും വിക്രമും അഭിനയിച്ച ഇന്ദിരപ്രസ്ഥം എന്ന സിനിമയാണ്. പറയുമോ മോഹയാമമേ, പൊലിയുമോ പുണ്യതാരകം, മുറിവാർന്നൊരെൻ്റെ ഉള്ളിൽ മുറുകുന്ന ശ്രീ. പറയുമോ മോഹയാമമേ. അടുത്തത് പ്രിയദർശൻ ഡയറക്ട് ചെയ്ത് രാത്രി പാട്ട് എന്ന സിനിമയാണ്. ഈ ഒരു സിനിമയിൽ ഇങ്ങനെ ഒരു പാട്ടുണ്ടായിരുന്നു. പാലപ്പൂവിൻ ലോലാക്കുണ്ടേ, അമ്പിളി പൊന്നിൻ കാൽത്തളയുണ്ടേ, MG ശ്രീകുമാർ ആയിരുന്നു ഈ ഒരു പാട്ട് പാടിയത്. കിണ്ണം തുള്ളാറുണ്ടേ, ആലിലക്കിങ്ങിണി കെട്ടാറുണ്ടേ, കണ്ണിൽ കാണാ കാർമഷിയുണ്ടേ. അടുത്തത് കൊച്ചി രാജാവ് സിനിമയാണ്. ഈ ഒരു സിനിമയിൽ മുറ്റത്തെ മുല്ലപ്പെണ്ണി എന്നൊരു പാട്ടുണ്ടായിരുന്നു. സിനിമയുടെ ലെങ്ത് കൂടിയപ്പോൾ ഈ ഒരു പാട്ട് കട്ട് ചെയ്തു. ഇതുപോലെ വേറെയും പാട്ടും കാർത്തിക് ആയിരുന്നു ഈ ഒരു പാട്ട് പാടിയത്. നമ്മൾ കേൾക്കാത്ത പല പാട്ടുകളും ഈ ഒരു സിനിമയിലുണ്ടായിരുന്നു. ഇതെല്ലാം കട്ട് ചെയ്തു.